അതിലൊരു ബില്ലാണ് ഇപ്പോ അവതരിപ്പിച്ച് രാത്രിയും പകലും എല്ലാം കൂടി ചർച്ച ചെയ്ത് പാതിരാത്രിക്ക് രാജ്യസഭയെ കൊണ്ടുവച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ നടത്തിക്കൊള്ളാം, ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കിയത്. 4000 കോടി രൂപയാണ് കേരളത്തിലേക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നത്. അതിൽ 3000 കോടി രൂപയും തൊഴിലിന് വേതനം എന്ന നിലയിൽ പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് ഗ്രാമങ്ങളിൽ ഉണർവുണ്ടാക്കും. കേരളത്തിലെ ആകെ സമ്പദ്ഘടന അത് ആ 3000 കോടി രൂപ തൊഴിലാളികളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ ബാങ്കിൽ കൊണ്ടുവരികയല്ല, അവർ കടയിൽ കയറി അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നതിന്റെ ഭാഗമായി വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നാട്ടിൽ വിനിയോഗിക്കുക. ഈ പണമെല്ലാം ഇങ്ങനെ നാട്ടിൽ ക്രയവിക്രയം നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വ്യാപാരികൾക്ക് കച്ചവടം നടക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഓട്ടം കിട്ടുന്നത് അതുകൊണ്ടാണ്. പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് നമ്മളാണ് ബസ്സിൽ കയറുന്നത്, നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. വസ്ത്ര വ്യാപാരിക്ക് വ്യാപാരം നടത്താൻ പറ്റുന്നത് നമ്മളെ വല്ലപ്പോഴും വസ്ത്രം വാങ്ങാൻ നമ്മുടെ ഈ കാശ് കിട്ടുന്നത് കൊണ്ട് വാങ്ങുന്നത് കൊണ്ടാണ്. രോഗം വന്നാൽ മരുന്ന് മേടിച്ച് കഴിക്കുന്നത് ഈ പണം കൊണ്ടാണ്. പട്ടിണി മരണമില്ലാതെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് ഈ തൊഴിലിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ഇതെല്ലാം ഇല്ലാതാക്കിയാൽ വരുന്ന അപകടകരമായ അവസ്ഥയെ കുറിച്ച് ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും കാര്യം തൊഴിലുറപ്പ് ജോലിക്ക് കിട്ടുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ വന്നേക്കാം എന്ന് പറയുമ്പോൾ തോന്നും. ഈ വിവരം അറിഞ്ഞതിനെ തുടങ്ങിയപ്പം രാവിലെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരാളുണ്ട്, ആ പലചരക്കടക്കാരൻ സാധനം തരുന്നില്ല. കാര്യം തൊഴിലുറപ്പ് ഭൂരിപക്ഷം കിട്ടി ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന